अभी अभी कम्युनिस्ट नेता एक कांग्रेस में कह रहे थे कि भाजपा उत्तर भारत की पार्टी, उनको मालूम नहीं है असम में हमारी सरकार है, त्रिपुरा में लेफ्ट को हटाकर हमने सरकार बनाई है, ओडिशा में हमने सरकार बनाई है, तेलंगाना में हम सबसे बड़ी पार्टी बने हैं लोकसभा के चुनाव में, और तमिलनाडु में सरकार बनाने जा रहे हैं। സാധാരണഗതിയിൽ സിപിഎമ്മുകാരും കോൺഗ്രസുകാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് വടക്കേ ഇന്ത്യയുടെ പാർട്ടിയാണ്, വടക്കേ ഇന്ത്യൻ പാർട്ടിയാണ്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കിഴക്കൻ നാടുകളിൽ വടക്ക് കിഴക്കൻ പ്രദേശമായ ആസാമിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ത്രിപുരയിൽ ഇടതുപക്ഷത്തെ തറപറ്റിച്ച് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഒറീസ ബിജെപി ആണ് ഭരിക്കുന്നത്. തെലങ്കാനയിലെ ഏറ്റവും വലിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ തമിഴ്നാട്ടിലും നമ്മൾ സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണ്. भाइयों बहनों, हम जब ओडिशा में मेहनत कर रहे थे तब भी हम पर एक ताने कस रहे थे. ओडिशा में आज भारतीय जनता पार्टी की सरकार बन चुकी है. ഒറീസയിൽ നമ്മൾ പരിശ്രമിച്ചപ്പോൾ എല്ലാവരും നമ്മളെ പരിഹസിച്ചു. പക്ഷേ ഇന്ന് ഒറീസയിൽ ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നു. आसाम में भी हमें ताने कसे जाते थे. आसाम में भी 2 बार भारतीय जनता पार्टी की सरकार लगातार जीत कर आई है. അസാമിൽ സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് പരിഹാസമായിരുന്നു. പക്ഷേ തുടർച്ചയായി 2 തവണ അസാമിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തി. और मैं केरल की जनता का धन्यवाद करना चाहता हूं. 2014 के इलेक्शन में केरल की जनता ने भाजपा को 11% वोट दिए, 19 में 16%, 24 में 20% वोट दिया. अब बारी है भाजपा की सरकार बनाने की बारी है. കേരളത്തിലെ ജനങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. 2014 നമുക്ക് 11% വോട്ട് നൽകി, 2019 ആയപ്പോൾ അത് 16%, 2024 ആയപ്പോൾ 20% വോട്ടുകൾ നിങ്ങൾ ബിജെപിക്ക് നൽകി. ഇതാ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്താനുള്ള അവസരം സമാഗതമായിരിക്കുന്നു. मैं केरल के मतदाता भाइयों बहनों को कहने आया हूं कि 2026 का चुनाव एनडीए बीजेपी के नेतृत्व में, मोदी जी के नेतृत्व में सरकार बनाने के लिए लड़ने जा रहा है. ഈ നാട്ടിലെ വോട്ടർമാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. और भाइयों बहनों, यहाँ सैकड़ों कार्यकर्ता, 25,000 से ज्यादा कार्यकर्ता बैठे. मैं उनको याद कराने आया हूं कि हमारे सैकड़ों कार्यकर्ताओं की लेफ्ट के गुंडों ने हत्या की है. हमारे सैकड़ों कार्यकर्ताओं ने अपने जीवन का बलिदान दिया है. उनके परिवारों ने, किसी ने पति, किसी ने भाई, किसी ने बेटा गंवाया है. वो सभी का स्वप्न था केरल में एनडीए बीजेपी की सरकार बने. अब स्वप्न सच करने का समय आ गया है. जिस पार्टी को 20% वोट मिल जाए वो 35% वोट प्राप्त करने में देरी नहीं करती. आज इस सम्मेलन में से आप सभी लोग संकल्प लेकर जाएं कि आने वाले लोकल बॉडीज के चुनाव में एनडीए 21,000 स्थानों पर लड़ेगी और 25% वोट के साथ हर बूथ में अपनी प्रेजेंस दर्ज कराएगी. ഇവിടെ ഇരിക്കുന്ന 10,000 കണക്കിന് പ്രവർത്തകരെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലെ ഇടതുപക്ഷം കൊന്നുതള്ളിയ നമ്മുടെ സഹോദരന്മാരെ പറ്റി, 100 കണക്കിന് സഹപ്രവർത്തകന്മാരെയാണ്, ധീര ബലിദാനികളെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. ഭർത്താവിനെ, മകനെ, സഹോദരനെ, സഹോദരിയെ ഒക്കെ അവരുടെ ക്രൂരത ഇല്ലാതെയാക്കി. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി കേരളം ഭരിക്കുക എന്നതായിരുന്നു. ഇന്ന് ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സമയമായിരിക്കുകയാണ്.
ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്തെ 21,000-ഓളം വരുന്ന വാർഡുകളിൽ മത്സരിക്കും. 25% വോട്ട് നേടി ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും BJP വിജയക്കൊടി പാറിക്കും. भाइयों बहनों, LDF और UDF का ट्रैक रिकॉर्ड भ्रष्टाचारी सरकारों का ट्रैक रिकॉर्ड है. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രവർത്തനം എന്നുള്ളത് അഴിമതിയുടെ മുൻകാല ചരിത്രമാണ് അവർക്കുള്ളത്. LDF में एक्सक्लूसिव घोटाला, कोऑपरेटिव बैंक का घोटाला, AI कैमरे का घोटाला, लाइफ मिशन का घोटाला, के फोन परियोजना का घोटाला, PPE किट का घोटाला, और अब विजयन जी चिढ़ जाते हैं, मगर मुझे तो कहना चाहिए सोने की तस्करी का घोटाला, स्टेट स्पॉन्सर सबसे बड़ा घोटाला पूरे भारत में. പ്രിയപ്പെട്ടവരെ, LDF-ന്റെ അഴിമതിയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സഹകരണ ബാങ്ക് അഴിമതി, എക്സാലോജിക് അഴിമതി, ലൈഫ് മിഷൻ അഴിമതി, കെ ഫോൺ അഴിമതി, PPE കിറ്റ് അഴിമതി, അങ്ങനെ 100 കണക്കിന് അഴിമതികളാണ് ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ വിദേശത്താണെങ്കിലും ശ്രീമാൻ പിണറായി വിജയനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യം കണ്ട സംസ്ഥാന ഏതെങ്കിലും ഒരു സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള സർക്കാരിന്റെ കാർമ്മികത്വത്തിൽ നടന്ന രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയാണ് സ്വർണ്ണക്കടത്ത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. और UDF भी कोई कम नहीं है. बड़े मियाँ तो बड़े मियाँ, छोटे मियाँ भी सुभान अल्लाह. UDF को भी जब भी मौका मिला करप्शन करने में कोई कमी नहीं छोड़ी. मैं 2-3 चीज ही बताना चाहता हूं क्योंकि उनका तो वाइंडिंग अप का टाइम आ गया है. UDF जब सत्ता में थी, बार रिश्वत कांड, सोलार घोटाला, पलारीवट्टम पुल घोटाला, अनेक घोटाले UDF की सरकार ने भी किए हैं. और मोदी सरकार के 11 साल हो गए, ऑपोजिशन भी हम पर एक भी घोटाले का आरोप भी नहीं लगा पाया. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ കോൺഗ്രസുകാര്, UDF-കാര് അവരും അഴിമതിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. അവർ അഴിമതിയുടെ കാര്യത്തിൽ അളിയനുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ കാലഘട്ടത്തിലെ ചില അഴിമതികൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അവരെന്തായാലും അടച്ചുപൂട്ടാൻ പോകുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ കാലഘട്ടത്തിലാണ് ബാർക്കോഴ, സോളാർ കോഴ, പാലാരിവട്ടം പാലം അഴിമതി തുടങ്ങിയ നിരവധി അഴിമതികൾ അവരുടെ കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ 11 വർഷമായി കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. और भाई